അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല സമ്പ്രദായം ഏത് സ്വീകരിക്കും എന്നുള്ളത് ചോദിച്ചാൽ, ഇത്രയും ദേശങ്ങളിൽ അതാത് കാലത്തിനനുസരിച്ച് അതാത് സ്ഥലങ്ങൾക്കനുസരിച്ച് അനവധി തന്ത്ര വിഷയങ്ങളുണ്ടായപ്പം ഏത് സ്വീകരിക്കും എന്നുള്ളത് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരളാശ്ചൈവ കാശ്മീരോ ഗൗഡശ്ചൈവ തൃതീയക സമ്പ്രദായത്രയം പ്രോക്തം സർവസിദ്ധിപ്രദായകം. കേരളവും കാശ്മീരവും ഗൗഡ സമ്പ്രദായം ആയിട്ടുള്ള ഈ 3 തന്ത്രങ്ങളെ ഏറ്റവും പ്രധാനമായിട്ട് കാണണം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അറിവും അതുപോലെ തന്നെ സർവസിദ്ധിപ്രദായങ്ങളായിട്ടുള്ള സർവ്വ വിഷയങ്ങളും ഈ 3 സമ്പ്രദായത്തിലാണ് കിടക്കുന്നതും. അതുപോലെ തന്നെ കേരള സമ്പ്രദായത്തെ ശൈവ കേരളമെന്നും ശാക്തേയ കേരളമെന്നും ശിവശക്തി കേരളമെന്നും തിരിച്ച് ഗുപ്തം, ഉഗ്രം, ശുദ്ധം എന്നുള്ള രീതിയിൽ അതിനെ തരംതിരിക്കും. അതുപോലെ കാശ്മീരത്തെയും ഇതുപോലെ ശൈവ കാശ്മീരമെന്നും ശക്തി കാശ്മീരമെന്നും ശിവശക്തി കാശ്മീരമെന്നും ഈ ഗുപ്തം, ഉഗ്രം, ശുദ്ധം എന്നുള്ള രീതിയിലും അതുപോലെ ഗൗഡതന്ത്രത്തെയും ഇതുപോലെ തരംതിരിക്കും.